ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ടോപ്പിക്കും ബിഗ് ബോസ് തന്നെയാണ്. കാരണം എനിക്കറിയാം ഇപ്പോൾ ട്രെൻഡിങ് ആയി പോകുന്ന ബിഗ് ബോസ് ആണ്. ബിഗ് ബോസ് വിട്ടൊരു കളി ഈവൺ ഒരു യൂട്യൂബേഴ്സിലും ഞാൻ കാണുന്നില്ല. സോ ബിഗ് ബോസ് റിലേറ്റ് ചെയ്ത് ഇന്നത്തെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, ഇന്നത്തെ വിഷയവും നമ്മളുടെ ഒരു മെയിൻ ഫോക്കസ് പോയിട്ടുള്ളത് രേണു സുധിയിലാണ്. അപ്പം ആദ്യം തന്നെ രേണു സുധിക്ക് നല്ല PR വർക്ക് നടക്കുന്നുണ്ട് കേട്ടോ. നല്ല PR വർക്ക് എന്ന് വെച്ചാൽ എനിക്ക് പറയാൻ പോലും അറിയാത്ത രീതിയിൽ. കാരണം എൻ്റെ വീഡിയോസിൻ്റെ താഴെയൊക്കെ വരുന്ന ചില കമൻറ്റുകളും ചില ചീത്തവിളിയും ചില വർത്താനമൊക്കെ കേൾക്കുന്ന സമയം അയ്യോ ഇങ്ങനെയായിപ്പോവും. അത്രയ്ക്ക് PR വർക്കും അത്രയ്ക്ക് രേണുസുധി ഫാൻസും കയറി അങ്ങ് മെരുകുന്നുണ്ട്. സാരല്ല, മെരുകും. കാരണം നിങ്ങൾക്ക് ഒരാളോട് ഒരു ആരാധന തോന്നുമ്പം ഇങ്ങനെയൊക്കെയാണല്ലോ റെസ്പോണ്ട് ചെയ്യേണ്ടത്. അവർ ചെയ്യുന്ന എല്ലാ തെണ്ടിത്തരങ്ങളും തോന്നിവാസങ്ങളും സപ്പോർട്ട് ചെയ്യണമല്ലോ. ചെയ്യും, ഒരു കുഴപ്പമില്ല. അപ്പം ബിഗ് ബോസിൻ്റെ തന്നെ ടോപ്പിക്കുകൾ പലതും ഉണ്ടാവുന്നുണ്ടെങ്കിലും ഒരു ഡിസ്കഷനിലോട്ട് വരുന്ന, ഒരു ഡിബേറ്റിലോട്ട് വരുന്ന, ഒരു ട്രെൻഡിങ്ങിലോട്ട് വരുന്നത് ഓഫ് കോഴ്സ് രേണു സുധിയുടെ ടോപ്പിക്കാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോയിൽ ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, രേണു സുധി ആക്റ്റീവ് ആയിട്ടില്ല, ആക്റ്റീവായി ഇങ്ങനെ വരുന്നുകൊണ്ടിരിക്കുകയാണ്, ആളുടെ ഒരു ബാക്ക് ടു പഴയൊരു പവറിലോട്ട് എത്തുന്നേ ഉള്ളൂ എന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു വിഷയത്തിൽ നിന്ന് എന്ന് വെച്ചാൽ നമ്മുടെ സെപ്റ്റി ടാങ്ക് വിഷയം തൊട്ട് രേണു അത്യാവശ്യം ആക്റ്റീവാണ്, അത്യാവശ്യം സംസാരിക്കാനൊക്കെ തുടങ്ങി. ഇന്ന് രേണുവിൽ തന്നെ വളരെ വിവാദമായ, അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം നമ്മുടെ BB ഹൗസിൽ മെയിൻ ഡിസ്കഷൻ ഉണ്ടായിട്ടുള്ള ഒരു വിഷയത്തെക്കുറിച്ച് പറയാനാണ് ഇന്നത്തെ വീഡിയോ. അത് നമുക്ക് ആ വിഷയം കേൾക്കാം. സംഭവം എന്താണെന്ന് വെച്ചാൽ രേണു സുധി ഇപ്പോൾ ഒരു കാർഡ് ഇറക്കിയിരിക്കുകയാണ്. നമ്മൾ ഓരോരുത്തർക്കും അവരുടേതായ രീതിയിലുള്ള സ്ട്രാറ്റജി ഉണ്ടാവും. ചില ആൾക്കാർക്ക് ലവ് ആയിരിക്കും, ചില ആൾക്കാർക്ക് ചൊറിച്ചിലായിരിക്കും, ചില ആൾക്കാർക്ക് കരച്ചിലായിരിക്കും, ചില ആൾക്കാർക്ക് ഒരു സൈലൻ്റായി നിന്നുകൊണ്ട് പോകും. അങ്ങനെ ഓരോരുത്തരും ഓരോ സ്ട്രാറ്റജിയിലാണ് ഓഫ് കോഴ്സ് ബിഗ് ബോസിൽ പോകുന്നത്. അപ്പോൾ കാരണം ഈ രേണു സുധി ഇറക്കിയ ഒരു സ്ട്രാറ്റജി ആണോ, അല്ലെങ്കിൽ അതൊരു സ്ട്രാറ്റജി എന്ന രീതിയിൽ ഇപ്പം BB ഹൗസിൽ ഡിസ്കഷൻ വന്നത് എന്താണെന്ന് വെച്ചാൽ, രേണു സുധി പറഞ്ഞു വിധവകളെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ ബിഗ് ബോസിൽ നിൽക്കുന്നത്. വിധവകൾ പുറമേക്ക് വരണം, എന്നെപ്പോലെ സ്ട്രോങ് ആവണം, ബോൾഡ് ആവണം, സോഷ്യലി എല്ലാ കാര്യങ്ങളും ആക്റ്റീവായി നിൽക്കണം എന്നൊരു തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് രേണു സുധി പറഞ്ഞു. അപ്പം ആദ്യം തന്നെ ഇതെന്ത് റെപ്രസെൻറ്റേഷനാണ് എനിക്ക് സത്യസന്ധമായി പറഞ്ഞാൽ മനസ്സിലായില്ല. ഇങ്ങനൊരു റെപ്രസെൻറ്റേഷൻ്റെ ആവശ്യകതയും ഇല്ല. ഇപ്പോൾ LGBTQ കമ്മ്യൂണിറ്റീനെ റെപ്രസെൻ്റ് ചെയ്ത് വരിക എന്നൊക്കെ പറഞ്ഞാൽ അതിനൊരു അർത്ഥമുണ്ട്. ഇത് വിധവകൾ, അങ്ങനെയാണെങ്കിൽ വാർദ്ധക്യം ചെന്നവർ, എന്നാൽ യൂത്ത്, ഇങ്ങനെ കുറേ സാധനങ്ങൾ പുറത്തോട്ട് ഇറക്കണ്ടേ. അപ്പം ഇത് രേണു സുധി ഇറക്കിയൊരു സ്ട്രാറ്റജിയാണ്, പക്ഷെ അത് നല്ല രീതിയിൽ പാളിപ്പോയിട്ടുണ്ട്. ആൻഡ് സെക്കൻഡ് തിങ് എന്ന് പറയുന്നത്, വിധവകളായി ഇങ്ങനെ ജീവിക്കുന്ന എത്രയോ സ്ത്രീകൾ എത്രയോ കൊല്ലങ്ങളായി ഈ ലോകത്തുണ്ട്. അവരിൽ ചില ആൾക്കാരൊക്കെ പുറത്തോട്ട് വന്നവരുണ്ട്, ചില ആൾക്കാർ പുറത്ത് വരാത്തവരുണ്ട്, ചില ആൾക്കാർ ഇപ്പോഴും പഴയതിൽ ജീവിക്കുന്നവരുണ്ട്. അതൊക്കെ ഓരോ വ്യക്തികളുടെ ഇഷ്ടമാണ്. അവരെ റെപ്രസെൻ്റ് ചെയ്ത് മുന്നിൽ നിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കോൺട്രിബ്യൂഷനോ, അല്ലെ അവരെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് പല കാര്യങ്ങളും ചെയ്യുന്നൊരു പ്രവൃത്തിയോ ഒന്നും രേണു സുധിയിൽ ഞാൻ പേഴ്സണലി കണ്ടിട്ടില്ല. പുള്ളിക്കാർ സോഷ്യൽ മീഡിയയിൽ ഇറങ്ങി നെഗറ്റീവ് കോൺട്രവേഴ്സീസും നെഗറ്റീവ് പബ്ലിസിറ്റിയും ക്രിയേറ്റ് ചെയ്യുക. ഇതാണോ ഈ വിധവകൾ കണ്ടുപിടിക്കേണ്ടത്? അപ്പം അതാണ് ഇവിടെ അക്ബർ പറയുന്നത്, ആ ഒരു കാർഡ് ഇറക്കണ്ട. ഈ വേണേ എൻ്റെ കാര്യം പറഞ്ഞോ, എൻ്റെ പോളിസി പറഞ്ഞോ, ഈ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞോ, ഇല്ലാത്ത ഓരോ സാധനങ്ങളൊന്നും ഇനി ഉണ്ടാക്കണ്ടെന്ന്. ബോസ് പ്രോഗ്രാമിൻ്റെ എന്ന് വെച്ചാൽ ഇറ്റ്സ് എ റിയാലിറ്റി ഷോ. ആ റിയാലിറ്റി ഷോൻ്റെ ഒരു റൂട്ടീനും ഒരു രീതിയും അങ്ങനെയായിരിക്കും. എന്നാലും പൊതുവേ ഞാൻ ഈ ബിഗ് ബോസ് ഷോയിൽ കണ്ടിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു ചെറിയ കാര്യത്തെ വരെ വളരെ വലുതാക്കി, അല്ലെങ്കിൽ ഒരാൾ ഉദ്ദേശിച്ച ഒരു കാര്യത്തെ അയാൾ ഉദ്ദേശിക്കാത്ത തലത്തിൽ പറഞ്ഞ് അവിടെ വലിയൊരു വിഷയം ഉണ്ടാക്കി വലിയൊരു വിപ്ലവം ഉണ്ടാക്കുന്നതാണ് ഞാൻ പൊതുവേ ബിഗ് ബോസിൽ കണ്ടിട്ടുള്ളത്. ഇത് എന്ത് സ്ട്രാറ്റജിയാ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി സ്ക്രീൻ സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ ഇത് കാണുന്നതാണ് ജനങ്ങൾക്ക് എൻ്റർടൈൻമെൻറ്റ് എന്ന് കരുതിയിട്ടാണോ,
അല്ലെ ജനങ്ങളെ വെറുപ്പിക്കാൻ വേണ്ടിയിട്ടാണോ എന്നുള്ളത് എനിക്കറിയില്ല. എനിക്കറിയുന്നൊരു കുട്ടി ഇന്ന് രാവിലെയല്ല, അവൾ ഇന്നലെയാണ് ഞാൻ ബസ് കണ്ടത്. അപ്പോൾ ഞാൻ അവളോട് ചോദിച്ചു, മോളെ ബിഗ് ബോസ് കാണലുണ്ടോ ചോദിച്ചു. കാണലില്ല. എന്ത് പറ്റി? ഉപ്പയും ഉമ്മയും സമ്മതിക്കില്ല. അപ്പം ഞാൻ പറഞ്ഞ എന്താ റീസൺ? ഫുൾ ഒച്ചപ്പാടും കച്ചറിയും എന്നാ പറയുന്നതെന്ന്. അപ്പം അതാ പറഞ്ഞത്, ഈ ഒരു റിയാലിറ്റി ഷോനെ നിങ്ങൾ ഈ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ഈ കച്ചറ, വഴക്ക്, ഒച്ചപ്പാട്, അസഭ്യ വാക്കുകൾ ഇതിലോട്ടൊക്കെ കൊണ്ടുപോകുന്നതിന് പകരം നല്ല രീതിയിൽ എന്ത് മനോഹരമായിട്ട് നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിനെ കൊണ്ടുപോകാം. ഞാൻ എപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഞാൻ ഈ പരിപാടി എന്ന് പറയുമ്പോൾ ആലോചിക്കുന്നത് കുറേ നെഗറ്റീവ് ഇഷ്യൂസ് ഉണ്ടാകുന്ന ഒരു നെഗറ്റീവ് ഏരിയ, ഒരു മനുഷ്യൻ എക്സിസ്റ്റ് ചെയ്യാൻ തന്നെ പാടുള്ളൊരു ഏരിയ, കുറേ തെറിവിളികൾ. ഇവിടെ തന്നെ എന്തോ ഒരു പൊടി വിഷയം ഉണ്ടാവും. രേണു സുധീനെ എടീത് വിളിച്ചു, രേണു സുധി തിരിച്ച് പോടാന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരു കോൺവെർസേഷൻ ഉണ്ടായി. അപ്പം ഇവിടെ അടുത്ത ഈ ബിഗ് ബോസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കുറേ എരിവ് ഗേറ്റ് ടീമുകളുണ്ട്. എന്ന് വെച്ചാൽ ഈ വിളക്ക് കത്തിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് അതിൽ എണ്ണ ഒഴിക്കുക എന്ന് പറയില്ല, അങ്ങനത്തെ കുറേ ടീമുണ്ട്. ഇവിടെ എന്ത് വിഷയമാണെങ്കിലും അവിടെ ഗ്രൂപ്പിലുള്ള ആൾക്കാർ പരസ്പരം ഒന്ന് സോൾവ് ചെയ്യാനോ അല്ല ഒന്ന് ന്യൂട്രലായി കൊണ്ടുപോകാനോ ശ്രമിക്കാണ്ട് അവിടെ നിന്നുകൊണ്ട് ആ വിഷയത്തെ ഒന്ന് കത്തിക്കയറ്റി അതിലൊരു സ്പേസ് ഉണ്ടാക്കി നിൽക്കുന്ന കുറേ ആളുണ്ട്. ഈ അനുമോളെയൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൊരു സാധനത, എവിടെ വിഷയം ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ ഇടയിൽ കയറി വന്ന് നിൽക്കും. പ്രത്യേകിച്ച് ഒരു കാര്യമില്ല, എന്തേലൊക്കെ ഒരു അഭിപ്രായം പറയും. എന്നാൽ രണ്ടുപേരെ നിൽക്കുമ്പോൾ അഭിപ്രായം പറയോ ഇല്ല, വായ മൂടി നിൽക്കും. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞതിന് ശേഷമായിരിക്കും എന്ത് ചെയ്യുക, അടുത്തിരിക്കുന്ന ആളെ എരിവേറ്റുക. ഇതിൻ്റെ ഒരു വലിയൊരു നെഗറ്റീവ് സൈഡ് തന്നെയാണ്. നമ്മുടെ സെപ്റ്റി ടാങ്ക് വിഷയം ഇന്നും സോൾവ് ആയിട്ടില്ല. സെപ്റ്റി ടാങ്ക് വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഈ പെർട്ടിക്കുലർ വ്യക്തി അക്ബർ ക്യാമറേൻ്റെ അടുത്ത് വന്ന് ഞാൻ മാപ്പ് ചോദിക്കാൻ തയ്യാറാ എന്നൊക്കെ പറയുന്നുണ്ട്. ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ അക്ബറിന് തന്നെ മനസ്സിലായി വായെന്ന് പാളിപ്പോയി എന്നുള്ളത്. ഇപ്പോൾ തെറ്റ് പറ്റാത്ത ആൾക്കാരൊന്നുമില്ല, ക്ഷമ ചോദിക്കാൻ തയ്യാറാണെങ്കിൽ നമ്മുടെ രേണു സുധീനെ മുഖത്ത് നോക്കി ക്ഷമ പറഞ്ഞ വിഷയം തീർക്കാവുന്നതേ ഉള്ളൂ. പിന്നെ എൻ്റെ വീഡിയോൻ്റെ താഴെ ഏതോ ഒരാൾ കമൻറ്റ് ഇട്ടു, ആദില നൂറ തീട്ടം എന്ന് വിളിച്ചല്ലോ എന്നുള്ളത്. അതും ശരിയാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. മെയിൻ ഡിസ്കഷനിലോട്ട് പോയത് ഇതായതുകൊണ്ട് ഇതിനെപ്പറ്റി സംസാരിച്ചു എന്നേ ഉള്ളൂ. ഇപ്പോൾ ഓൾറെഡി അക്ബറുമായിട്ട് തെറ്റിയ സമയം ഓട്ടോമാറ്റിക്കലി അക്ബറിനൊരു നെഗറ്റീവ് സൈഡിലോട്ട് കൊണ്ടുപോയി അക്ബറിനെ എങ്ങനെയെങ്കിലും ഔട്ടാക്കാൻ വേണ്ടി അല്ല അക്ബറിനൊന്ന് പുറമേ ആക്കാൻ വേണ്ടിയിട്ട് ഇവർ കണ്ടുപിടിച്ചിട്ടുള്ള ഒരു സ്ട്രാറ്റജി ആയിരുന്നു ഇത്. കാരണം ഓൾറെഡി അവർ സംസാരിച്ച് സോൾവ് ചെയ്ത സെപ്റ്റി ടാങ്ക് വിഷയം വീണ്ടും പുറത്തോട്ട് വന്നു, അതിനെ പറ്റിയാണ് ഇവിടെ സംസാരിക്കുന്നത്. പക്ഷെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ വന്ന് പറയുന്നത് നമ്മൾ അന്ന് സംസാരിച്ച് തീർത്തതാണല്ലോ, അപ്പം നിങ്ങൾക്കൊരു കുഴപ്പം ഉണ്ടായിരുന്നില്ലല്ലോ, ഇപ്പം എവിടെ നിന്നാണ് ഇതൊക്കെ ഒരു വിഷയങ്ങളായത് എന്നൊക്കെ ഒരു ചോദ്യമൊക്കെ വരുന്നുണ്ട്. അപ്പം അതാണ് ഞാൻ പറയുന്നത്, ഒരു എത്തിക്സും ഇല്ലാണ്ട് അല്ലെങ്കിൽ ഒരു ഫോക്കസും ഉണ്ടാകാണ്ട് ഒരു പ്രയോറിറ്റിയും ഇല്ലാണ്ട് എന്തോ എങ്ങനെയൊക്കെയോ കളിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായം മാറ്റുന്നു, എരിവ് കയറ്റുന്നു, അവിടെ പോയി ചൊറിയുന്നു, ഇവിടെ ചൊറിയുന്നു, പ്രശ്നം ഉണ്ടാക്കുന്നു, മാന്തലുണ്ടാക്കുന്നു. ശരിക്കും ഇതിനുള്ളിൽ സർവേ ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക് തന്നെയാണ്. ഞാനിത് റിയാക്ട് ചെയ്യുന്ന കണ്ടിട്ട് എൻ്റെ കുറച്ച് ക്ലോസ് ഫ്രണ്ട്സ് ചോദിച്ചിരുന്നു, നീ ബിഗ് ബോസ് പോകാൻ തയ്യാറാണോ? ഞാൻ പറഞ്ഞു വേണ്ട, എല്ലാവരും വന്ന പൈസയ്ക്ക് ഫെയിം, ഇത് രണ്ടും ഇല്ലെങ്കിലും കുഴപ്പമില്ല, മനസ്സമാധാനം വേണ്ടത്. എനിക്ക് ഇങ്ങനത്തെ കൈൻഡ് ഓഫ് ആൾക്കാരുടെ അടുത്ത് ഒരിക്കലും സർവേ ചെയ്യാൻ എന്നെക്കൊണ്ട് പേഴ്സണലി സാധിക്കില്ല. അക്ബറും അനുമോളും കൂടെ ഏറ്റുമുട്ടുന്ന ഒരു പീസ് ഉണ്ട്, അതൊന്ന് കണ്ടു നോക്കെ. ഇതാണ് ബിഗ് ബോസിൻ്റെ സ്റ്റാൻഡേർഡ്. പോടാ, നീ ആരെൻ്റെ അമ്മായിൻ്റെ മോളോ, പോയി പ്രതികരിക്കടി. ഇവരിതൊക്കെ പറയുമ്പോൾ ഇവർ വീണ്ടും ശ്രദ്ധിക്കുന്നില്ല. ഇത് ക്യാമറ ഒപ്പുന്നുണ്ട്, ഇത് പുറത്തോട്ട് പോകുന്നുണ്ട്, ആൾക്കാരെ കാണും, നിങ്ങളുടെ വീട്ടുകാർ കാണും, ലോക്കലായിട്ടാണ് നിങ്ങൾ പെരുമാറുന്നത് എന്നുള്ളത് ഒന്നും ശ്രദ്ധിക്കുന്നില്ല. കിടന്നങ്ങ് പറയുക.
എൻ്റെ ഒരു പ്രശ്നമാണ് ഇവരുടെ കച്ചറയും വഴക്കൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. 3-ാം ദിവസമോ 4-ോ ദിവസം ആയപ്പോഴേക്ക് തന്നെ ഇമാതിരി ഒച്ചപ്പാടായിട്ടുണ്ട്. 2-3 ദിവസം കൊണ്ട് എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. അങ്ങനെ ഇന്ന് നമ്മുടെ രേണുസുധീൻ്റെ ചാനലിൽ ഒരു വീഡിയോ വന്നിട്ടുണ്ട്. അതിൽ രേണുസുധീൻ്റെ അച്ഛനും അമ്മയും സംസാരിക്കുന്ന കുറച്ച് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. നമുക്ക് അതൊന്ന് ആദ്യം കേട്ടു നോക്കാം. പിന്നെ ഇത് കണ്ടപ്പോൾ പപ്പായ്ക്കും അമ്മയ്ക്കും എന്താ തോന്നിയെന്നുള്ളത് അവരോട് തന്നെ നമുക്ക് ചോദിക്കാം. അവൾ മുന്നോട്ട് പോട്ടെ, അതാണ് നമ്മുടെ പ്രാർത്ഥന. വ്യക്തിപരമായിട്ട് അവർക്ക് ഇന്ന ചെയ്യണം അല്ലെങ്കിൽ ഇന്ന ചെയ്തു എന്ന് പറഞ്ഞു കൊടുക്കാൻ നമുക്കും പറ്റത്തില്ല. നമ്മൾ പുറമേ നിന്ന് കാണുന്നു, അവരകത്ത് നിൽക്കുന്നു. അപ്പോൾ സ്വയമായിട്ട് ഇത്രയും പ്രയത്നിച്ച് അല്ലെങ്കിൽ ഇത്ര കഷ്ടപ്പെട്ട് അവൾ ഇവിടെ എത്തിയെങ്കിൽ ബാക്കി അവിടെ എത്ര ദിവസം നിന്നാലും എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും അവളുടെ സ്വന്തം താല്പര്യം അനുസരിച്ച്. പിന്നെ ദൈവാനുഗ്രഹം. വീഡിയോ കണ്ട സമയത്ത് ഞാനിങ്ങനെ ആലോചിച്ചു, ഇവരെന്തിനാണ് ഇപ്പം വന്നിങ്ങനെ ഒരു അഭിപ്രായം പറയുന്നതെന്ന്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത്, ഈ ഫാദർ തങ്കച്ചൻ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അതിലൊരു ചെറിയ ഷോർട്ട് വീഡിയോ കാണിക്കുന്നുണ്ട്. ആ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഇപ്രാവശ്യത്തെ എലിമിനേഷൻ ലിസ്റ്റിൽ രേണുസുധി ഉണ്ട്. രേണുസുധീനെ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അച്ഛൻ്റെയും അമ്മേൻ്റെയും സിസ്റ്ററിൻ്റെയും ഒരു ചോദ്യമാണ്. അതിൽ സിസ്റ്ററിൻ്റെ വർത്താനം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിൽ അച്ഛൻ പറഞ്ഞൊരു കാര്യം എനിക്കറിയാം, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമല്ല, അതിൻ്റെ ഉള്ളിൽ നടക്കുക എന്താണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. നല്ലതാണേ നടക്കും, നല്ലതല്ലേ നടക്കില്ല, പ്രശ്നമാണേ നടക്കും, എന്ത് വേണമെങ്കിലും നടക്കും ഒക്കെ വിട്ടു. എന്തായാലും ദൈവത്തിൻ്റെ അനുഗ്രഹം കൂടി ഉണ്ട് എന്നാണ് പറഞ്ഞത്. ഫൈൻ, ഒരു മിസ്റ്റേക്കും പറയാനുള്ള ഒരു അച്ഛൻ്റെ സൈഡിൽ നിന്ന് വന്നൊരു അഭിപ്രായമാണ്. പെങ്ങൾ പറഞ്ഞൊരു സാധനം കേൾപ്പിച്ചത്. ബിഗ് ബോസ് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഒരുപാട് പ്രതികൂലങ്ങളും നെഗറ്റീവും എല്ലാം നേരിട്ടെങ്കിലും ഇപ്പോൾ അവളവിടം വരെ എത്തിച്ചേരാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. ദൈവാനുഗ്രഹം, ദൈവത്തോട് നന്ദി പറയുന്നു. പിന്നെ സുധിച്ചേട്ടൻ്റെ അനുഗ്രഹം, അദൃശ്യമായ സുധിച്ചേട്ടൻ അവളുടെയും കുടുംബത്തിൻ്റെയും കൂടെ ഉണ്ടെന്നുള്ളതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷം ഇപ്പോൾ തോന്നുന്നുണ്ട്. പിന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് അവൾക്ക് അവഗണന സാധനമാണ് എന്നെ ഈ വീഡിയോയിൽ സ്ട്രൈക്ക് ചെയ്തിട്ടുള്ളത്. ആദ്യം പറഞ്ഞതൊക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഇത്രയും പ്രശ്നങ്ങൾക്ക് ഇടയിൽ അവിടെ എത്തി എന്ന് പറയുന്നത്, ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് കൊണ്ടാണ് രേണുസുധി ബിഗ് ബോസിൽ എത്തിയത്. ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി കൊടുത്ത് സോഷ്യൽ മീഡിയയിൽ വലിയ ഡിസ്കഷനായി, ചർച്ചയായി, വിവാദമായതുകൊണ്ടാണ് അവർ ബിഗ് ബോസിൽ തന്നെ എടുത്തത്. അപ്പം അത് മറികടന്നു എന്നൊന്നും പറയണ്ട, അതുകൊണ്ട് മാത്രമാണ്. ഇനി അതിന് വേണ്ടിയിട്ടാണോ നിങ്ങളുടെ പെങ്ങളിങ്ങനെ കളിച്ചതെന്നും എനിക്കറിയില്ല. എന്തായാലും ബിഗ് ബോസിലെത്തി. പക്ഷെ ഇതിൽ പറഞ്ഞ സുധിച്ചേട്ടൻ്റെ അദൃശ്യ ശക്തി, സുധിച്ചേട്ടൻ കൂടെയുണ്ട്, സുധിച്ചേട്ടന് വേണ്ടി, ഈ ടേംസൊക്കെ ഒരു എക്സ്റ്റെൻറ്റ് വഴി അല്ലെങ്കിൽ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ സുധി വഴി ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ഒരു ഐഡിയ അല്ലേ. കാരണം സുധി ഒരു ജനപ്രിയ കൊമേഡിയൻ ആക്ടറാണ്. പുള്ളിക്കാരന് ഒരുപാട് ഫാൻസ് ഉണ്ട്. പുള്ളിക്കാരനോടുള്ള ഇഷ്ടം കൊണ്ടും അറ്റാച്ച്മെൻറ്റ് കൊണ്ടും രേണുസുധീനെ ഒരുപാട് സ്നേഹിക്കുന്ന എത്രയോ ആൾക്കാരും ഉണ്ട്. അത് കണ്ട് അത് മനസ്സിലാക്കി അത് വെച്ച് ഒരു ടൂളാക്കി എടുത്തുകൊണ്ട് വോട്ട് ചോദിച്ചതാണോ എന്ന് നമുക്കൊന്ന് ചിന്തിച്ച് പോയിക്കൂടെ. അപ്പം അടുത്ത അമ്മ പറഞ്ഞ എന്താണെന്ന് കൂടെ കേൾക്കാം. മാത്രമേ കിട്ടിയിട്ടുള്ളൂ. എങ്കിലും ആ അവഗണനകളൊക്കെ ലഭിച്ചുകൊണ്ടിരുന്നപ്പോഴും കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത കുറേ പേരുണ്ട്. അവർക്കൊക്കെ ഒരുപാട് നന്ദി. പിന്നെ ഇത് കണ്ടപ്പോൾ പപ്പായ്ക്കും അമ്മയ്ക്കും എന്താ തോന്നിയെന്നുള്ളത് അവരോട് തന്നെ നമുക്ക് ചോദിക്കാം. എനിക്ക് രേണുവിനെ ബിഗ് ബോസിൽ കണ്ടപ്പം വളരെ സന്തോഷമുണ്ടായിരുന്നു. അതിന് ആദ്യം ഞാൻ ദൈവത്തോട് നന്ദി പറയുകയാണ്. അമ്മയുടെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ അബൌട്ട് നമ്മളുടെ രേണുസുധിയുടെ വീഡിയോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ബിഗ് ബോസിൽ എന്തായാലും രേണുസുധി ഒരു സ്പേസ് ഉണ്ടാക്കി തുടങ്ങിയിരിക്കുന്നു. തുടർന്നുള്ള ദിവസങ്ങളിലും ഈ സ്പേസ് നല്ല അടിപൊളിയായിട്ട് പോയിട്ട് നല്ല രീതിയിൽ ഗെയിം കളിക്കാൻ പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം.